ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് കേരള ചരിത്രത്തിൽ നിന്നും PSC ഏറ്റവും കൂടുതൽ തവണ ആവർത്തിച്ചിട്ടുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷനാണ്. അപ്പോൾ ഇന്ന് തരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. PSCയുടെ ഒരു ബിഗിനറാണ് നിങ്ങളെങ്കിൽ ഈ ക്ലാസ് നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടും. ഹിസ്റ്ററി എന്ന് പറയുന്ന ടോപ്പിക്ക് ഒരുപാടുണ്ട്, വായിച്ച് പഠിക്കാൻ തുടങ്ങിയാൽ തീരത്തില്ല. അതുകൊണ്ട് തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഹിസ്റ്ററി എന്ന ടോപ്പിക്കിൽ നിന്ന് നമുക്ക് 5 മാർക്കാണുള്ളത്. ആ 5 മാർക്കിന് വേണ്ടി ഒരുപാട് സമയം നമുക്ക് കളയാനില്ല. അതുകൊണ്ട് തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുക. ചരിത്രം എന്ന ടോപ്പിക്കിൽ PSC ചോദിച്ചിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയർ ആണ്. നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്താൽ മനസ്സിലാകും. അതുകൊണ്ട് തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന് ഇമ്പോർട്ടൻസ് നൽകി പഠിക്കുക. ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു, ഇനി വരുന്ന PSCയുടെ എക്സാംസിനും ചരിത്രത്തിൽ നിന്നും ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ വരികയുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ നന്നായിട്ട് തന്നെ പഠിക്കുക, ഇപ്പം തന്നെ പഠിച്ചു പോവുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിൽ ഉണ്ടായിരുന്ന മേഖല മലബാർ. കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിൽ ഉണ്ടായിരുന്ന മേഖല മലബാർ. മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കാൻ ഇടയാക്കിയ ഉടമ്പടി ശ്രീരംഗപട്ടണം ഉടമ്പടി 1792. മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കാൻ ഇടയാക്കിയ ഉടമ്പടിയാണ് ശ്രീരംഗപട്ടണം ഉടമ്പടി 1792. വർഷം ഉൾപ്പെടെ പഠിച്ചു വയ്ക്കുക. മലബാർ കലാപം നടന്ന വർഷം 1921. മലബാർ കലാപം നടന്ന വർഷമാണ് 1921. മലബാർ മാനുവൽ എന്ന ഗ്രന്ഥം രചിച്ചതാര്? വില്യം ലോഗൻ. മലബാർ മാനുവൽ എന്ന ഗ്രന്ഥം രചിച്ചതാര്? വില്യം ലോഗൻ. അപ്പോൾ കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിൽ ഉണ്ടായിരുന്ന മേഖലയാണ് മലബാർ. മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കാൻ ഇടയാക്കിയ ഉടമ്പടിയാണ് 1792 ശ്രീരംഗപട്ടണം ഉടമ്പടി. മലബാർ കലാപം നടന്ന വർഷം 1921. മലബാർ മാനുവൽ എന്ന ഗ്രന്ഥം രചിച്ചത് വില്യം ലോഗൻ. രാജ്യസമാചാരം എന്ന പത്രം ആരംഭിച്ചത് ഹെർമൻ ഗുണ്ടർട്ട്. രാജ്യസമാചാരം എന്ന പത്രം ആരംഭിച്ചത് ഹെർമൻ ഗുണ്ടർട്ട്. ലണ്ടൻ മിഷൻ സൊസൈറ്റി അഥവാ LMSന്റെ പ്രവർത്തന മേഖല ഏതായിരുന്നു? തിരുവിതാംകൂർ. ലണ്ടൻ മിഷൻ സൊസൈറ്റി അഥവാ LMSന്റെ പ്രവർത്തന മേഖല ഏതായിരുന്നു? തിരുവിതാംകൂർ. ചർച്ച് മിഷൻ സൊസൈറ്റി അഥവാ CMSന്റെ പ്രവർത്തന മേഖല ഏതായിരുന്നു? കൊച്ചി, തിരുവിതാംകൂർ. ചർച്ച് മിഷൻ സൊസൈറ്റി അഥവാ CMSന്റെ പ്രവർത്തന മേഖല ഏതായിരുന്നു? കൊച്ചി, തിരുവിതാംകൂർ. ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ അഥവാ BEMന്റെ പ്രവർത്തന മേഖല ഏതായിരുന്നു? മലബാർ. ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ അഥവാ BEMന്റെ പ്രവർത്തന മേഖല ഏതായിരുന്നു? മലബാർ. അപ്പോൾ രാജ്യസമാചാരം എന്ന പത്രം ആരംഭിച്ചത് ഹെർമൻ ഗുണ്ടർട്ട്. ലണ്ടൻ മിഷൻ സൊസൈറ്റി അഥവാ LMSന്റെ പ്രവർത്തന മേഖലയായിരുന്നു തിരുവിതാംകൂർ. ചർച്ച് മിഷൻ സൊസൈറ്റി അഥവാ CMSന്റെ പ്രവർത്തന മേഖല ആയിരുന്നത് കൊച്ചിയും തിരുവിതാംകൂറും. ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ അഥവാ BEMന്റെ പ്രവർത്തന മേഖല ആയിരുന്നത് മലബാർ. ഇപ്പോൾ പറഞ്ഞ ഈ 4 ക്വസ്റ്റ്യനും PSC ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തതാണ്. പ്രത്യേകിച്ച് ലണ്ടൻ മിഷൻ സൊസൈറ്റി, ചർച്ച് മിഷൻ സൊസൈറ്റി, ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ ഇവയുടെ ആസ്ഥാനം അല്ലെങ്കിൽ ഇവയുടെ പ്രവർത്തന മേഖല ഏതായിരുന്നു എന്ന ക്വസ്റ്റ്യൻ ഒരുപാട് തവണ PSC റിപ്പീറ്റ് ചെയ്തതാണ്. അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻസിന് ഇമ്പോർട്ടൻസ് നൽകി തന്നെ പഠിക്കുക. ആദ്യ റെയിൽ പാത കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ചതെന്ന്? 1861 മാർച്ച് 12. ആദ്യ റെയിൽപാത കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ചതെന്ന്? 1861 മാർച്ച് 12. കേരളത്തിൽ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ആദ്യ റെയിൽപാത ഏത്? ബേപ്പൂർ മുതൽ തിരൂർ വരെ. കേരളത്തിൽ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ആദ്യ റെയിൽപാത ഏത്? ബേപ്പൂർ മുതൽ തിരൂർ വരെ. അപ്പോൾ ആദ്യ റെയിൽപാത കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ചത് 1861 മാർച്ച് 12. കേരളത്തിൽ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ആദ്യ റെയിൽപാതയാണ് ബേപ്പൂർ മുതൽ തിരൂർ വരെ. അപ്പോൾ ഇതിൽ വേറൊരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. കേരളത്തിലെ ആദ്യ റെയിൽപാത നിർമ്മിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ബ്രിട്ടീഷുകാർ. അതുകൂടി ഓർത്തു വെച്ചേക്കുക. സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന പ്രക്ഷോഭങ്ങളിൽ പ്രധാനപ്പെട്ടത്? വൈക്കം സത്യാഗ്രഹം 1924. സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന പ്രക്ഷോഭങ്ങളിൽ പ്രധാനപ്പെട്ടത് വൈക്കം സത്യാഗ്രഹം 1924. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്? TK മാധവൻ. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് TK മാധവൻ. വൈക്കം സത്യാഗ്രഹം തുടങ്ങുമ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി ആര്? ശ്രീമൂലം തിരുനാൾ.
വൈക്കം സത്യാഗ്രഹം തുടങ്ങുമ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി ആര്? ശ്രീമൂലം തിരുനാൾ. അപ്പോൾ സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന പ്രക്ഷോഭങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് വൈക്കം സത്യാഗ്രഹം. വർഷം ചോദിച്ചാൽ 1924. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ടി.കെ. മാധവൻ. വൈക്കം സത്യാഗ്രഹം തുടങ്ങുമ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്നു ശ്രീമൂലം തിരുനാൾ. വൈക്കം സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി ആര്? റാണി സേതുലക്ഷ്മിഭായ്. വൈക്കം സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി ആര്? റാണി സേതുലക്ഷ്മിഭായ്. വൈക്കം സത്യാഗ്രഹത്തിന് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് സംഘടിപ്പിച്ച ജാഥ? സവർണ ജാഥ. 1924 നവംബർ 1. വൈക്കം സത്യാഗ്രഹത്തിന് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് സംഘടിപ്പിച്ച ജാഥയാണ് സവർണ ജാഥ. നടന്ന വർഷം 1924 നവംബർ 1. സവർണ ജാഥയ്ക്ക് നേതൃത്വം നൽകിയത് മന്നത്ത് പത്മനാഭൻ. സവർണ ജാഥയ്ക്ക് നേതൃത്വം നൽകിയത് മന്നത്ത് പത്മനാഭൻ. അപ്പോൾ വൈക്കം സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി റാണി സേതുലക്ഷ്മിഭായ്. വൈക്കം സത്യാഗ്രഹത്തിന് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് സംഘടിപ്പിച്ച ജാഥയാണ് സവർണ ജാഥ. നടന്ന വർഷം 1924 നവംബർ 1. സവർണ ജാഥയ്ക്ക് നേതൃത്വം നൽകിയത് മന്നത്ത് പത്മനാഭൻ. ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം 1931. ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷമാണ് 1931. ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കെ. കേളപ്പൻ. ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കെ. കേളപ്പൻ. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ എ. കെ. ഗോപാലൻ. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റനാണ് എ. കെ. ഗോപാലൻ. എ. കെ. ഗോപാലൻ്റെ ആത്മകഥ എൻ്റെ ജീവിതകഥ. എ. കെ. ഗോപാലൻ്റെ ആത്മകഥയാണ് എൻ്റെ ജീവിതകഥ. അപ്പോൾ ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം 1931. ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കെ. കേളപ്പൻ. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റനായിരുന്നു എ. കെ. ഗോപാലൻ. എ. കെ. ഗോപാലൻ്റെ ആത്മകഥയാണ് എൻ്റെ ജീവിതകഥ. തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് 1936 നവംബർ 12. തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് 1936 നവംബർ 12. മലബാറിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് 1947 ജൂൺ 2. മലബാറിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് 1947 ജൂൺ 2. കൊച്ചിയിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് 1947 ഡിസംബർ 20. കൊച്ചിയിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് 1947 ഡിസംബർ 20. അപ്പോൾ നമ്മൾ മിക്കവരും പഠിച്ചു വെക്കുന്നത് തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടന്ന വർഷമാണ്. പക്ഷേ PSC ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് മലബാറിലും കൊച്ചിയിലും ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത്. അതുകൊണ്ട് ഇത് മൂന്നും നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. അപ്പോൾ തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് 1936 നവംബർ 12. മലബാറിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് 1947 ജൂൺ 2. കൊച്ചിയിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് 1947 ഡിസംബർ 20. മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ പ്രഥമ സമ്മേളനം നടന്ന വർഷം 1916. എവിടെ വെച്ചാണ് നടന്നത്? പാലക്കാട്. മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ പ്രഥമ സമ്മേളനം നടന്ന വർഷമാണ് 1916 പാലക്കാട് വെച്ച്. മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ പ്രഥമ സമ്മേളനത്തിൻ്റെ അധ്യക്ഷ ആനി ബസന്റ്. മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ പ്രഥമ സമ്മേളനത്തിൻ്റെ അധ്യക്ഷയാണ് ആനി ബസന്റ്. അവസാന മലബാർ രാഷ്ട്രീയ സമ്മേളനം നടന്ന വർഷം 1920 മഞ്ചേരിയിൽ. അവസാന മലബാർ രാഷ്ട്രീയ സമ്മേളനം നടന്നത് 1920 മഞ്ചേരിയിൽ. അപ്പോൾ മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ പ്രഥമ സമ്മേളനം നടന്നത് 1916 പാലക്കാടാണ്. 1916 പാലക്കാട് വെച്ച് നടന്ന മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ പ്രഥമ സമ്മേളനത്തിൻ്റെ അധ്യക്ഷ ആയത് ആനി ബസന്റ്. അവസാന മലബാർ രാഷ്ട്രീയ സമ്മേളനം നടന്നത് 1920 മഞ്ചേരിയിൽ വെച്ച്. 1920 മഞ്ചേരിയിൽ നടന്ന രാഷ്ട്രീയ സമ്മേളനത്തിൽ ചർച്ച ചെയ്ത വിഷയങ്ങൾ: ഭരണപരിഷ്കരണം, കുടിയാൻ പ്രശ്നം, ഖിലാഫത്ത്. 1920 മഞ്ചേരിയിൽ നടന്ന രാഷ്ട്രീയ സമ്മേളനത്തിൽ ചർച്ച ചെയ്ത വിഷയങ്ങളാണ് ഭരണപരിഷ്കരണം, കുടിയാൻ പ്രശ്നം, ഖിലാഫത്ത്. കേരളത്തിലെ ഖിലാഫത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ് കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവി.
കേരളത്തിലെ ഖിലാഫത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റാണ് കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവി. കേരളത്തിലെ ഖിലാഫത്ത് കമ്മിറ്റിയുടെ സെക്രട്ടറി മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്. കേരളത്തിലെ ഖിലാഫത്ത് കമ്മിറ്റിയുടെ സെക്രട്ടറിയാണ് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്. കേരളത്തിൽ ഖിലാഫത്ത് പ്രസ്ഥാനം ഏറ്റവും കൂടുതൽ ശക്തി പ്രാപിച്ച പ്രദേശം മലബാർ. കേരളത്തിൽ ഖിലാഫത്ത് പ്രസ്ഥാനം ഏറ്റവും കൂടുതൽ ശക്തി പ്രാപിച്ച പ്രദേശമാണ് മലബാർ. അപ്പോൾ കേരളത്തിലെ ഖിലാഫത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റാണ് കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവി. കേരളത്തിലെ ഖിലാഫത്ത് കമ്മിറ്റിയുടെ സെക്രട്ടറിയാണ് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്. കേരളത്തിൽ ഖിലാഫത്ത് പ്രസ്ഥാനം ഏറ്റവും കൂടുതൽ ശക്തി പ്രാപിച്ച പ്രദേശമാണ് മലബാർ. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ കലാപം അഞ്ചുതെങ്ങ് കലാപം 1697. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ കലാപമാണ് അഞ്ചുതെങ്ങ് കലാപം 1697. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത പ്രക്ഷോഭം ആറ്റിങ്ങൽ കലാപം 1721. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത പ്രക്ഷോഭം എന്ന് ചോദിച്ചാൽ ആറ്റിങ്ങൽ കലാപം 1721. അഞ്ചുതെങ്ങ് കോട്ട സ്ഥിതി ചെയ്യുന്ന ജില്ല തിരുവനന്തപുരം. അഞ്ചുതെങ്ങ് കോട്ട സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് തിരുവനന്തപുരം. അപ്പോൾ കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ കലാപം ചോദിച്ചാൽ അഞ്ചുതെങ്ങ് കലാപം 1697. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത പ്രക്ഷോഭം ചോദിച്ചാൽ ആറ്റിങ്ങൽ കലാപം 1721. അഞ്ചുതെങ്ങ് കോട്ട സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിൽ. വാസ്കോ ഡ ഗാമ ആദ്യമായി കോഴിക്കോട് എത്തിയ വർഷം എന്നാണ്? 1498. വാസ്കോ ഡ ഗാമ ആദ്യമായി കോഴിക്കോട് എത്തിയ വർഷം എന്നാണ്? 1498. കുണ്ടറ വിളംബരം നടന്ന വർഷം 1809 ജനുവരി 11. കുണ്ടറ വിളംബരം നടന്ന വർഷമാണ് 1809 ജനുവരി 11. കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ച ഭരണാധികാരി വേലുത്തമ്പി ദളവ. കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ച ഭരണാധികാരിയാണ് വേലുത്തമ്പി ദളവ. വേലുത്തമ്പി ദളവയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ കേണൽ ലീഗർ. വേലുത്തമ്പി ദളവയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപനാണ് കേണൽ ലീഗർ. അപ്പോൾ വാസ്കോ ഡ ഗാമ ആദ്യമായി കോഴിക്കോട് എത്തിയ വർഷം 1498. കുണ്ടറ വിളംബരം നടന്നത് 1809 ജനുവരി 11. കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ച ഭരണാധികാരി വേലുത്തമ്പി ദളവ. വേലുത്തമ്പി ദളവയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപനാണ് കേണൽ ലീഗർ. കേരള സിംഹം എന്നറിയപ്പെടുന്നത് പഴശ്ശിരാജ. കേരള സിംഹം എന്നറിയപ്പെടുന്നത് പഴശ്ശിരാജ. കേരള സിംഹം എന്ന ചരിത്ര നോവൽ എഴുതിയത് സർദാർ KM പണിക്കർ. കേരള സിംഹം എന്ന ചരിത്ര നോവൽ എഴുതിയത് സർദാർ KM പണിക്കർ. പഴശ്ശി കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സബ് കളക്ടർ തോമസ് ഹാർവേ ബാബർ. പഴശ്ശി കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സബ് കളക്ടറാണ് തോമസ് ഹാർവേ ബാബർ. അപ്പോൾ കേരള സിംഹം എന്നറിയപ്പെടുന്നത് പഴശ്ശിരാജ. കേരള സിംഹം എന്ന ചരിത്ര നോവൽ എഴുതിയത് സർദാർ KM പണിക്കർ. പഴശ്ശി കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സബ് കളക്ടറാണ് തോമസ് ഹാർവേ ബാബർ. കുളച്ചൽ യുദ്ധം നടന്ന വർഷം 1741. കുളച്ചൽ യുദ്ധം നടന്ന വർഷം 1741. സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. മലബാറിലെ നാരായണ ഗുരു എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് വാഗ്ഭടാനന്ദൻ. മലബാറിലെ നാരായണ ഗുരു എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് വാഗ്ഭടാനന്ദൻ. സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ചതാര്? വൈകുണ്ഠസ്വാമികൾ 1836. സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ചതാര്? വൈകുണ്ഠസ്വാമികൾ 1836. അപ്പോൾ കുളച്ചൽ യുദ്ധം നടന്ന വർഷമാണ് 1741. സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകനാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി. മലബാറിലെ നാരായണ ഗുരു എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് വാഗ്ഭടാനന്ദൻ. സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ചത് വൈകുണ്ഠസ്വാമികൾ 1836. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് K. കേളപ്പൻ. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് K. കേളപ്പൻ. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചതാര്? അയ്യങ്കാളി 1907. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചതാര്? അയ്യങ്കാളി 1907. എൻ്റെ ജീവിത സ്മരണകൾ ആരുടെ ആത്മകഥയാണ്? മന്നത്ത് പത്മനാഭൻ. എൻ്റെ ജീവിത സ്മരണകൾ ആരുടെ ആത്മകഥയാണ്? മന്നത്ത് പത്മനാഭൻ.
അപ്പോൾ കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് കെ കേളപ്പൻ. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് അയ്യങ്കാളി 1907. എൻ്റെ ജീവിത സ്മരണകൾ ആരുടെ ആത്മകഥയാണ്? മന്നത്ത് പത്മനാഭൻ്റെ. അയ്യങ്കാളിയെ പുലയരാജ എന്ന് വിളിച്ചതാര്? ഗാന്ധിജി. അയ്യങ്കാളിയെ പുലയരാജ എന്ന് വിളിച്ചതാര്? ഗാന്ധിജി. പട്ടിണി ജാഥ നയിച്ചതാര്? എ കെ ഗോപാലൻ 1936. പട്ടിണി ജാഥ നയിച്ചതാര്? എ കെ ഗോപാലൻ 1936. സാക്ഷരതയുടെ പിതാവ് എന്നറിയപ്പെടുന്ന മലയാളി? ചാവറ കുര്യാക്കോസ് ഏലിയാസ്. സാക്ഷരതയുടെ പിതാവ് എന്നറിയപ്പെടുന്ന മലയാളിയാണ് ചാവറ കുര്യാക്കോസ് ഏലിയാസ്. അപ്പോൾ അയ്യങ്കാളിയെ പുലയരാജ എന്ന് വിളിച്ചത് ഗാന്ധിജി. പട്ടിണി ജാഥ നയിച്ചത് എ കെ ഗോപാലൻ 1936. സാക്ഷരതയുടെ പിതാവ് എന്നറിയപ്പെടുന്ന മലയാളിയാണ് ചാവറ കുര്യാക്കോസ് ഏലിയാസ്. അപ്പോൾ ഇന്ന് നമ്മൾ 50 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ 50 ക്വസ്റ്റ്യൻ ഇന്ന് തന്നെ പഠിച്ചു പോകുക. ഒരുപാട് ക്വസ്റ്റ്യൻ തരുകയാണെങ്കിൽ ബിഗിനേഴ്സിന് അത് കൺഫ്യൂഷൻ ആകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആദ്യം ഈ 50 ക്വസ്റ്റ്യൻസ് പഠിക്കുക. അതിനുശേഷം നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ക്വസ്റ്റ്യൻസൊക്കെ PSC എത്ര തവണ ആവർത്തിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്